മക്ലാറിനടോ പോയി ഓവർടേക്ക് ചെയ്താലോ? അത് സ്ലോ ആ, വേണ്ട പൊയ്ക്കോട്ടെ പാവോ. ബൈ. കഴിഞ്ഞ തവണത്തെ പോലല്ല, ഇത്തവണ ഒറ്റയ്ക്കല്ല. നമ്മുടെ കൂടെ സൈമണുണ്ട്. സൈമൺ എൻ്റെ ഒരു കൊളീഗാണ്. പുള്ളിക്കാരൻ വിറ്റ്പിലൻ ഹുസ്ക്വാർണ വിറ്റ്പ്ലിങ്ങാണോ സ്വാറ്റ്പിലനാണോ വിറ്റ്പിലനാണോ അറിയാം, ഓർമ്മയില്ലായിരിക്കും. ഹീസ് ഓൾസോ ജോയിനിങ് മീ. അപ്പം മഴ വരുമെന്ന് അറിയത്തില്ല. ലുക്സ് ലൈക്ക് ഇറ്റ് വോണ്ട് റെയിൻ. എല്ലാം ക്ലിയർ ആയിട്ട് തോന്നുന്നു. നേരെ പോവാൻ നമുക്ക് ഫ്യൂലും ചെയ്യണം. ഏകദേശം തീരാറായി. ഫ്രണ്ടിലേക്ക് വാ. അപ്പം നമ്മൾ ഫ്യൂവൽ ബ്രേക്ക് നിർത്തി ഇവിടെ ഷെല്ലിൽ ആസ് യൂഷ്വൽ. ഞങ്ങൾ റൈഡ് പോകുമ്പോൾ എപ്പോഴും ഷെല്ല് തന്നെ യൂസ് ചെയ്യാറുള്ളൂ. ഷെല്ല് ഈസ് ദ ബെസ്റ്റ് പറയാം. നമ്മൾ റാപ്റ്ററുണ്ട് ഇവിടെ, പിന്നെ സൈമണിൻ്റെ സ്വാറ്റ്പിലൻ, വിപ്ലിങ്ങേ അല്ല കേട്ടോ, സ്വാറ്റ്പിലനാണ്. ഇപ്പോൾ നമ്മൾ പോകാനുള്ളത് ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുള്ള നമ്മൾ എന്താ പറയുക, ആന്ധ്രയിലുള്ള അനന്തപൂർ ഡിസ്ട്രിക്ട് എന്നൊക്കെ കേട്ടോ. അനന്തപൂർ എന്ന് പറഞ്ഞാൽ അതിനടുത്തുള്ള ഒരു ഫേമസ് ടൗൺ ആണ്. അവിടെ അതിനടുത്തായിട്ടുള്ള പെനുക്കോണ്ട ഫോർട്ട് എന്ന പേരുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു അബാൻഡൻഡ് ഒരു പഴയ ഫോർട്ടുണ്ട്. പിന്നെ കുറച്ച് ഘാട്ട് സെക്ഷൻ പോലെയുണ്ട്. അപ്പം ഇവിടുന്ന് ഒരു 2-2.25 മണിക്കൂറാണ് ഒരു റൈഡ് ടൈം. പക്ഷേ നമ്മൾ ബ്രേക്കൊക്കെ എടുത്ത് ചായ കുടിച്ച് പോകുമ്പോൾ ഒരു 3.5 മണിക്കൂറാവും. അപ്പം സമയം ഏകദേശം 7 മണിയായി. ഒരു 10:30 ആ സമയമൊക്കെ ആവും നമ്മൾ എത്തുമ്പോൾ അവിടെ. ഓക്കെ, നമുക്കിനി ഹൈവേയിൽ തിരിച്ച് കയറിയിട്ട് കാണാം. നമ്മളങ്ങനെ ബാംഗ്ലൂർ ചെന്നൈ ഹൈവേയിലേക്ക് കയറി കേട്ടോ. നിർത്തണോ കോനിക്സ് മെക്ലാരൻ ആ കണ്ടു മെക്ലാറിനടോ പോയി ഓവർടേക്ക് ചെയ്താലോ? അത് സ്ലോ ആ, വേണ്ട പൊയ്ക്കോട്ടെ പാവോ. എനിക്ക് മക്ലാറിനെ ഓവർടേക്ക് ചെയ്യാണല്ലോ. നമ്മളങ്ങനെ ബാംഗ്ലൂർ ചെന്നൈ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ, അവിടുത്തെ ഡീവിയേഷൻ എടുത്തു. നമ്മൾ നന്ദി ഹിൽസൊക്കെ പോകുന്ന ഡീവിയേഷനാണിത്. ആ ഒരു ജംഗ്ഷനാണ്. അവിടെ എത്തി നമ്മളിപ്പം. ഭയങ്കര ക്രോസ് വിൻഡോ. എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ആയിക്കോണ്ടിരിക്കുക. ഞാൻ ടക്കിന് ചെയ്തിരുന്നിട്ടാണ് ഓടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല ഞാൻ സംസാരിക്കുന്നത്. ഭയങ്കര ക്രോസിനാണ്. അത് കംപ്ലീറ്റ്ലി ടക്കിൻ. എന്തെങ്കിലും ഓടിക്കാൻ പറ്റില്ലെന്നേ. ഇത് തന്നെ ഭയങ്കരമായിട്ട് എയർ പിടിക്കുന്നു. പക്ഷേ better than the normal touring posture. ഇപ്പോൾ പോകുന്ന അപ്പാടെ 80-85ലാണ്. ആരെങ്കിലും കണ്ടുകഴിഞ്ഞേക്ക് ഒരുമാതിരി ഷോ ഓഫ് ആണല്ലോ. 80-85 ഇപ്പം ഇങ്ങനെ ഇരുന്നൊക്കെ പോകണമായിരിക്കും. പക്ഷേ ദാറ്റ് ഇസ് ദ റീസൺ. ഓടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കുറച്ചുകൂടെ അപ്രേറ്റ് ചെയ്ത് കാറ്റ് കാരണം ഓടിക്കാൻ പറ്റുന്നില്ല.
ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നല്ലൊരു ബ്രേക്ക് എടുത്തു, ഒരു ഹാഫ് ആൻ അവറിൻ്റെ മേലെ ബ്രേക്ക് എടുത്തു. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഇപ്പോൾ, കാരണം വെയിലൊന്നും ഇല്ലാത്ത കാരണം ടയർഡൊന്നും ആയിട്ടില്ല തീരെ. പിന്നെ റോഡ് കുറച്ചുകൂടി കാലിയായിട്ടുണ്ട് ഇപ്പം. മാത്രമല്ല നേരത്തെ പോലെ ക്രോസ് വീൻ്റെ കാര്യങ്ങളൊന്നുമില്ല, കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്നത് ടു ബി ഓണസ്റ്റ്. വെയിൽ പതുക്കെ അടിച്ചു തുടങ്ങി, പക്ഷേ ചൂടൊന്നുമില്ല. ടൈം അറൗണ്ട് 9:30 ആയി. ഇനി 62 കിലോമീറ്റേഴ്സ് കൂടി ഉണ്ട് നമുക്ക് പോകാനായിട്ട്. ഷോയിങ് 53 മിനിറ്റ്സ്. നമ്മൾ അങ്ങനെ ഹൈവേന്ന് ഡീവിയേഷൻ എടുത്തു. മാപ്പ് സെറ്റ് ചെയ്ത് വരുന്നവർ ശ്രദ്ധിക്കുക, പെനുക്കോണ്ട ഫോർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പിൽ വേറെ റൂട്ട് വഴിയാണ് കാണിക്കുന്നത്. പെനുക്കോണ്ട ഫോർട്ട് റോഡ് എന്ന് പ്രോപ്പറായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു റൂട്ടിലേക്കുള്ള ഡീവിയേഷൻ കാണിക്കുന്നുള്ളൂ ഗൂഗിൾ മാപ്പിൽ. അപ്പം മാപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. അത് ഞങ്ങൾ ഓൾമോസ്റ്റ് ഈ ഒരു ജംഗ്ഷൻ, ആ ഒരു ഡീവിയേഷൻ എടുക്കുന്ന അവിടെ വരെ വന്നിട്ടാണ് മാപ്പ് നോക്കിയപ്പോഴാണ് ഒരു കേർവ്സ് ഒന്നും കാണാത്തപ്പം ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ്. ഓക്കെ, ഇനി ചെറിയ അപ്ഹിൽസൊക്കെ തുടങ്ങി തോന്നുന്നു. ആഹാ, ഇതാണ് നമ്മൾ റീൽസിലും ഫോട്ടോയിലും എല്ലായിടത്തും കണ്ട ആ ഒരു ട്വിസ്റ്റി. ഈ ഒരു 2 കിലോമീറ്റർ സ്ട്രെച്ച്, മേ ബി 3 കിലോമീറ്റർ സ്ട്രെച്ചിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ബാംഗ്ലൂരിൽ നിന്ന് വരെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആലോചിച്ച് നോക്കിയാൽ. നമ്മളങ്ങനെ എത്തി കേട്ടോ. എത്തി മീൻസ് നമ്മളെ ഫോർട്ട് എത്തിയില്ല സൈമ? ഹൗ വാസ് ദ റൈഡ്? പൊളി റൈഡ്, പൊളി കർവ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 150 കിലോമീറ്റേഴ്സ് ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പം ആ ഒരു അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ട് ആൾക്കാർ ഇവിടം വരെ ഈ ഒരു കേർവ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ വന്നത്. റിയലി ഗുഡ്. ഒരു 2 കിലോമീറ്റേഴ്സോളം സ്ട്രെച്ച് ഉണ്ട് ഈ ഒരു കേർവ്, പ്രോപ്പർ ഘാട്ട് സെക്ഷൻ പോലെ തന്നെ. പക്ഷെ റോഡ് കാണിച്ചു സൈമണിൻ്റെ ഒക്കെ മുട്ട് ഒരഞ്ഞ്, അതെ നീഡോണി ഇത് മുട്ട് ഒരഞ്ഞിട്ട് അവിടെ റോഡിലൊക്കെ ചോരയാണ്. ഇപ്പോൾ നിറയെ ബൈക്കേഴ്സ് ഉണ്ട്, കാണിച്ചു തരാം. ഞാൻ മേലെ നിന്നുള്ള വ്യൂ കാണാം. നമ്മളപ്പം ട്വിസ്റ്റീസിൻ്റെ മേലുള്ള വ്യൂ പോയിൻറ്റ്സിലൊക്കെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ട്രക്കിംഗ് അല്ല, എന്തോ അസൈൻമെൻറ്റ് പറയുക, സൈറ്റ് സീയിങ്, അബാൻഡൻഡ് ഫോർട്ട് കാണാൻ വേണ്ടി പോവാണ്. അത് നമ്മൾ നേരത്തെ കണ്ട വ്യൂ പോയിൻ്റ് തൊട്ടടുത്തായിട്ട് തന്നെ പറ കാണുന്നതാണ്. അതെ, അവർ വരുന്ന ബൈക്കേഴ്സൊക്കെ ആ ഒരു വ്യൂ പോയിൻ്റ് മാത്രം കണ്ടിട്ട് തിരിച്ചു പോകണം. ബട്ട് വി ആർ ഡിഫറെൻറ്റ്. നമ്മുടെ കൾച്ചറൊക്കെ നമ്മൾ അല്ലേ സമ അവിടേക്കല്ലേ വേണ്ടത്? അവിടെയല്ലേ കൾച്ചർ ഉള്ളത്? അവിടെ കൾച്ചർ ഉണ്ട് നന്നായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കൾച്ചറൽ സ്ഥലത്തേക്ക് പോവാണ്.
കണ്ട 2-3 സ്ട്രക്ചേഴ്സ്, അതായത് ഒരു ക്ഷേത്രം പോലെ ഉണ്ട് അകത്തായിട്ട്. പിന്നെ 1-2 ഗോപുരങ്ങൾ ഇവിടെ പിറകിൽ കാണുന്നുണ്ട്. അതല്ലാതെ കുറച്ച് ദൂരെയായിട്ട് ഒരു ട്രക്കിംഗ് സ്പോട്ടും ഉണ്ട്. പക്ഷെ അത് എന്താ അവിടെ കൺസ്ട്രക്ഷൻ കാരണം ഇപ്പം അവിടേക്കുള്ള എൻട്രി അവർ ബാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടത്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ബട്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നോക്കാം നമുക്ക്. അപ്പം നമ്മൾ അവിടെ തിരിച്ചിറങ്ങിയപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്തിയപ്പോൾ മഴ വരുമോ എന്നൊരു ഡൗട്ടുണ്ട്. ഭയങ്കര ഡാർക്കാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ആസ് യൂഷ്വൽ കമൻറ്റ് ചെയ്യുക. ബൈ, സീ യു.